സോ ഇന്നത്തെ നമ്മുടെ ന്യൂസ് എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ സിനിമയ്ക്ക് പോയതാണ്. ഞാൻ ഇന്നലെ സർവമായ മൂവി കാണാൻ പോയി. ആൻഡ് ഓണസ്റ്റ്ലി ഐ ഗോtta സേ നിവിൻ പോളി ഈസ് ബാക്ക്. എന്ന് വെച്ചാൽ നിവിൻ പോളിയുടെ നമ്മളെ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ മിസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു എക്സ്പ്രഷനും ആ ഒരു എന്താ പറയുക എഫേർട്ട്ലെസ് ഹ്യൂമറും അതൊക്കെ ശരിക്കും വിസിബിൾ ആവുന്ന ഒരു മൂവിയാണിത്. നിവിൻ പോളിയുടെ അഴിഞ്ഞാട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് ലൈക്ക് ദർ ഇസ് another character who actually steals the show in between, but like നിവിൻ പോളിനെ നമുക്ക് തിരിച്ച് കാണാൻ പറ്റുന്നൊരു മൂവിയാണിത്. ആൻഡ് ഇറ്റ് ഈസ് എ റിയലി ഗുഡ് ഫീൽ ഗുഡ് മൂവി. എന്ന് വെച്ചാൽ അലോട്ട് ഓഫ് എന്താ പറയുക കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു പക്ക ഗുഡ് റിസൾട്ട് നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് എൻജോയ് ചെയ്യാൻ പറയുന്ന ഒരു ഫീലാണ്. ആൻഡ് നമ്മത് നല്ലോണം എൻജോയ് ചെയ്യുകയും ചെയ്യും. ഫിലിം അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ഇംപ്രഷൻ എന്താ വെച്ചാൽ ഒരു ഹൊറർ കോമഡി മൂവി എന്ന് പറയുമ്പോൾ ഫുൾ ഓൺ ഹൊറർ എക്സ്പെക്ട് ചെയ്തിട്ട് ഈ പടം കാണാൻ പോകരുത്. ബിക്കോസ് അതിൽ ഈ പറയുന്ന ടിപ്പിക്കൽ ജംപ് സ്കെയറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല. ഇപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ചെറിയ ഒരു സ്പൂക്കി ഫീലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് തരുന്ന സംഭവം മാത്രമേ ഉള്ളൂ. മ്യൂസിക് ബിൽഡപ്പും കാര്യങ്ങളൊക്കെ പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോഴത്തേനും നമ്മളെ ചെറുതായിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് വഴിതിരിച്ചു വിടാൻ നോക്കുന്ന പോലെയാണ്. എന്നാലും പക്കായിട്ട് മ്യൂസിക്കൊക്കെ ഹാൻഡിൽ ചെയ്തിട്ട് നല്ല രസമായിട്ടുണ്ട്. ഇതിൽ നിവിൻ പോളിയുടെ ചെറിയൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഒരു ജസ്റ്റ് അറൌണ്ട് 2 minutes ഓർ സംതിങ് അത്രയുള്ളൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ആ ഫൈറ്റ് സീക്വൻസിലെ മ്യൂസിക്കും ആ ഒരു ഫൈറ്റ് സീക്വൻസും സ്റ്റണ്ടൊക്കെ കൊറിയോഗ്രഫി ഒക്കെ ഇല്ലേ, അത് സൂപ്പർ വേറെ ലെവൽ സാധനമാണ്. അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. ആ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ശരിക്കും എഫക്റ്റ് നല്ലോണം ഫീൽ ചെയ്യും. അന്ന് ആ ഫൈറ്റ് സീക്വൻസ് ഭയങ്കര സീരിയസ് ആയിട്ട് ബിൽഡപ്പ് ചെയ്ത് വന്നിട്ട് പിന്നീട് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് ഇറ്റ്സ് എ ലോട്ട് ഓഫ് മിക്സ്. എന്താ പറയുക കുറേ ഇമോഷൻസ് മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഈ മൂവി എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് ഹൊറർ, കോമഡി, ഇമോഷൻസ് എല്ലാതും എന്ന് വെച്ചാൽ വിഷമാണെങ്കിലും സന്തോഷമാണെങ്കിലും എല്ലാതും മിക്സ് ചെയ്തിട്ടുള്ളൊരു ബ്ലെൻഡ് ചെയ്തിട്ടൊരു സാധനം നമുക്ക് തരാണ്. അതാണ് സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ പറയാൻ പറ്റിയ മൂവിയുടെ ഇൻട്രഡക്ഷൻ. നിവിൻ പോളിയുടെ പെർഫോമൻസ് ആസ് എ സെഡ് നിവിൻ ഷോ ആണെന്ന് പറയാൻ പറ്റില്ല, നിവിൻ പോളി മൂവിയാണ്. ഇറ്റ്സ് ലൈക്ക് ദർ ഇസ് another ക്യാരക്ടർ. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിലുലു എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ക്യാരക്ടർ ഉണ്ട്. അത് പോസ്റ്റേഴ്സിലും ഇതിലൊന്നും അത്രയും വിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കാണിക്കാത്ത ക്യാരക്ടറാണ്. പക്ഷേ ഷീ സ്റ്റോൾ ദ ഷോ. ഡിലുലുവിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് വിസിബിൾ ആകുമ്പോൾ തൊട്ട് തന്നെ എന്താ പറയുക ആ പൂക്കി ഫീൽ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നമുക്ക് നല്ലോണം ക്രിയേറ്റ് ചെയ്ത് തരും. അതേപോലെ തന്നെ നമ്മളെ കുറേ വിഷമിപ്പിക്കുകയും കുറേ സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ആൻഡ് എന്താ പറയുക നമുക്കിപ്പോൾ ഒരു ക്രഷ് തോന്നുന്നൊരു ടൈപ്പ് ക്യാരക്ടറായിട്ടാണ് ശരിക്കും ഡിലുലുവിനെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഐ തിങ്ക് മേ ബി റിയൽ ലൈഫിൽ ഡിലുലു ദ റിയൽ വൺ ആ ക്യാരക്ടർ ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം. സോ ദാറ്റ് മൈറ്റ് ബി ദ റീസൺ വൈ ഇറ്റ് വാസ് സോ ഈസി ഫോർ ഹെർ ടു പ്രസൻറ്റ് ദിസ് ഇൻ ദിസ് സ്റ്റൈൽ. ബട്ട് ലൈക്ക് ഇറ്റ് വാസ് റിയലി ഗുഡ്. ഹെർ പെർഫോമൻസ് വാസ് ലൈക്ക് ദ ബെസ്റ്റ് ഇൻ ദ മൂവി ഐ വുഡ് സേ. സോ യാ ആ ക്യാരക്ടറിനോട് ശരിക്കും നമുക്ക് പ്രേമം തോന്നും, ക്രഷ് തോന്നും. എനിക്ക് ക്രഷ് തോന്നി. എന്താ പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ബേസിക്കലി നിവിൻ പോളിയുടെ ക്യാരക്ടർ ഒരു പൂജാരി ആണ്. സോ പുള്ളി ഏത്തീസ്റ്റായിട്ട് പൂജാരിയായിട്ട് ഇരിക്കുന്നതിന് പകരം മ്യൂസീഷ്യനായിട്ട് ആളുടെ പാഷൻ ഫോളോ ചെയ്ത് പോകുന്നതാണ്. സോ ഫസ്റ്റ് ഹാഫിൽ മൊത്തം മോസ്റ്റ്ലി അതാണ്. ആൻഡ് ഹിം ട്രൈങ് ടു ഗെറ്റ് സക്സീഡഡ് ഇൻ ലൈഫ് ആൻഡ് എൻഡ്സ് അപ്പ് ബീങ് ബ്രോട്ട് ബാക്ക് ടു ഹിസ് പാസ്റ്റ്. ലൈക്ക് പാസ്റ്റിലേക്ക് എത്തി ആ ലൈഫിനെ ഫോളോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. ആ സിറ്റുവേഷനിലാണ് ഈ പറയുന്ന നമ്മുടെ ഡിലുലും പിന്നെ ബാക്കിയുള്ള ഈ ഇൻട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ദ മോസ്റ്റ് ഓഫ് ദ മൂവി ഇറ്റ്സ് ലൈക്ക് ഹൊറർ ബിൽഡപ്പ് ഉണ്ടെങ്കിലും ഇറ്റ്സ് നോട്ട് പക്കാ ഹൊറർ, ഇറ്റ്സ് എ കോമഡി മൂവി. സോ എന്ന് വെച്ചാൽ കോമഡി ഭയങ്കരമായിട്ട് ബിൽഡപ്പ് ചെയ്ത് ഭയങ്കരമായിട്ട് ചിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണോ മനസ്സിലാവുക അതേ രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് നല്ലൊരു ലെവൽ കീപ്പ് ചെയ്ത് അതേ ലെവൽ ത്രൂ ഔട്ട് ദ മൂവി കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അത് മോസ്റ്റ്ലി സക്സസ്ഫുൾ ആയിട്ടുമുണ്ട്. സോ കോമഡി എലമെൻ്റ് ആണെങ്കിലും ഹൊറർ എലമെൻ്റ് ആണെങ്കിലും എന്താണെങ്കിലും ദ മൂവി ഷുഡ് ബി വാച്ച്ഡ് ആസ് what do you say a blend of emotions as I said in the beginning. ഇത് ഞാൻ കുറേ യൂസ് ചെയ്യണമെന്ന് എനിക്കറിയാം. ബട്ട് ലൈക്ക് അതാണ് ശരിക്കും മൂവി ഒരു പ്രോപ്പർ ബ്ലെൻഡാണ്. ഫസ്റ്റ് ഹാഫ് ഫാസ്റ്റ് ഫേസ് ആണ്, സിറ്റുവേഷണൽ കോമഡി നല്ലോണം ഉണ്ട്, ക്യൂരിയോസിറ്റി നമ്മളെ നല്ലോണം ബിൽഡ് ചെയ്യിപ്പിക്കും, ബോറടിക്കലൊന്നും ഇല്ല ശരിക്കും. സെക്കൻഡ് ഹാഫ് കമ്പാരിറ്റീവ്ലി കുറച്ച് സ്ലോ ആണ്, കുറച്ച് ലൈക്ക് കുറേയും കൂടെ ഇമോഷൻസ് ആണ് അതിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ്
എന്താ പറയുക, ഇമോഷൻസ് നല്ലോണം കുറേ ഇങ്ങനെ കുറച്ച് ലാസ്റ്റ് ഒരു സീൻ എനിക്ക് പേഴ്സണലി ഐ തോട്ട് ലൈക്ക് അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ളൊരു സീൻ ഉണ്ടായിരുന്നു. ബട്ട് ലൈക്ക് മോസ്റ്റ് ഓഫ് ഇറ്റ് വാസ് ലൈക്ക് റിയലി ഗുഡ്. ആ ഇമോഷൻസ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കണക്ട് ആവുകയും ചെയ്യും, നമുക്ക് നല്ലോണം ഫീൽ ചെയ്യുകയും ചെയ്യും. ആൻഡ് എന്താ പറയുക, നമുക്ക് വിഷമാക്കാനും അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാനും ഒക്കെ നല്ലോണം വർക്ക് ചെയ്തിട്ടുള്ള സാധനമാണ്. സോ ഐ ലവ് ദിസ് മൂവി സിംപ്ലി. ഇതാ പറഞ്ഞത്, ലാഗ് സെക്കൻഡ് ഹാഫ് ചിലർക്ക് ഫീൽ ചെയ്യുന്നത് പറഞ്ഞെങ്കിലും അത് അൺവാച്ചബിൾ ആയിട്ടുള്ള ഒരു ലാഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ലൈക്ക് സം പീപ്പിൾസ് പെർസ്പെക്റ്റീവ്സ് ഡിഫറൻസ് ഉണ്ടാവും. സോ യാ, ഡയറക്ഷൻ വളരെ നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫിലിം ഡിഡൻ ഫീൽ ലൈക്ക് എന്താ പറയുക, ഒരു ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് ഫീഡ് ചെയ്യുന്നൊരു സംഭവമായിട്ട് തോന്നിയിട്ടില്ല. എന്താ പറയുക, വിഷ്വൽസും കാര്യങ്ങളും ഫെസ്റ്റിവൽസും ആ മ്യൂസിക്, ബേസിക്കലി മ്യൂസിക് വാസ് ലൈക്ക് ത്രൂ ഔട്ട് ദ മ്യൂസിക് ഇറ്റ്സ് ലൈക്ക് ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു പൂജാരി ആ ഒരു വൈബ് കീപ്പ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിലും ഇറ്റ്സ് ലൈക്ക് റിയലി ഗുഡ്. പിന്നെ ആരാന്നറിയോ, നമ്മുടെ നൂലുണ്ട, പഴയ നൂലുണ്ട നല്ലോണം തടി കുറച്ച് സ്ലിം ആയിട്ട് പുള്ളിക്കാരൻ്റെ ഒരു ചെറിയൊരു ക്യാരക്ടർ ചെയ്യേണ്ടതിൽ അത് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആഗ്രഹം തോന്നും. ബട്ട് ലൈക്ക് ആ ആൾക്ക് പുള്ളിയും കൂടെ കുറച്ചും കൂടെ ഓപ്ഷൻസ് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ആൻഡ് ഹി വുഡ് ബി എ ഓസം പെർഫോമർ. ലൈക്ക് ഹീസ് റിയലി ഗുഡ് അറ്റ് വാട്ട് ഹി ഡസ്. സോ നല്ല ആക്ടറാണ്. ആൻഡ് ദെൻ അൽത്താഫിൻ്റെ എന്താ പറയുക, അൽത്താഫിൻ്റെ ക്യാരക്ടർ നമുക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആകെ 2-3 സീൻസേ ഉള്ളൂ. ബട്ട് ലൈക്ക് ഇറ്റ്സ് റിയലി ഗുഡ്. ലൈക്ക് ഹി ഓൾവേസ് സ്റ്റാൻഡ്സ് ഔട്ട്, യു നോ, ഹി ഓൾവേസ് സ്റ്റാൻഡ്സ് ഔട്ട്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് നല്ല രസമായിട്ട് ചെയ്തിരുന്നു. ഐ വുഡ് സേ ജനാർദ്ദനൻ, ലൈക്ക് അത് ശരിക്കും നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കുറച്ച് നമ്മുടെ റിയൽ ലൈഫിൽ റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കുറേ ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടിപ്പിക്കൽ ഫാമിലി റിലേറ്റഡ് ഡ്രാമാസ് അങ്ങനത്തെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഡ്രമാറ്റിക് അല്ല, ബട്ട് ലൈക്ക് സം തിങ്സ് ദാറ്റ് വി ആക്ച്വലി ഫേസ് ഇൻ ലൈഫ് അത് ഇതിൽ ശരിക്കും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ക്യാരക്ടേഴ്സ്, ഒരു ഹുക്ക് ഉണ്ടാവുമല്ലോ, ആ ഒരു ഹുക്ക് നമുക്ക് എപ്പോഴും ക്യാരക്ടേഴ്സ് നല്ലോണം ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. കോമഡി ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്, ക്ലീൻ എൻ്റർടൈനർ ആണ്, ഫാമിലി ഫ്രണ്ട്ലി ആണ്. നിവിൻ പോളിയുടെ എന്താ പറയുക കംഫർട്ട് ആക്ടിങ് ലെവൽ, ക്രിഞ്ച് കോമഡി ഒന്നുമില്ല, സിമ്പിൾ ആൻഡ് ലൈറ്റ് ഹാർട്ടഡ്. അങ്ങനെയാണ് ഏറ്റവും ബേസിക് ആയിട്ട് പറയാൻ പറ്റിയത്. സിമ്പിൾ ആൻഡ് ലൈറ്റ് ഹാർട്ടഡ് മൂവി, ദാറ്റ്സ് ഇറ്റ്. മൈൻഡ് എന്താ പറയുക റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മൊരു സെലിബ്രേഷൻ മൂഡാണ് അല്ലെങ്കിൽ മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പോയി കാണാൻ പറ്റുന്ന മൂവിയാണ് ഇത്. സോ ഇപ്പോൾ പറയുകയാണെങ്കിൽ നിവിൻ പോളിയുടെ ഏറ്റവും ബെസ്റ്റ് മൂവിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ലൈക്ക് ഇറ്റ്സ് എ റിയലി ഗുഡ് മൂവി, ആസ് സംതിങ് ദാറ്റ് യു ഷുഡൻ മിസ്. ബിക്കോസ് ലൈക്ക് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് എന്താ പറയുക, നമുക്കൊരു സാറ്റിസ്ഫൈഡ് ഫീൽ കിട്ടുന്ന മൂവീസ് ഭയങ്കര കുറവാണ്. ദ വേ ദി മൂവി എൻഡ്സ് ചിലപ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല. ബട്ട് ലൈക്ക് ദിസ് മൂവി ഗിവ്സ് യു എ സോർട്ട് ഓഫ് ഫീലിംഗ് ദാറ്റ് ഓക്കെ, ദാറ്റ് വാസ് നൈസ്, ദാറ്റ് വാസ് ഗുഡ്. അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്ന മൂവിയാണ്. സോ it is something that you shouldn't miss. I would probably tell you to go watch the movie in the theaters as well. Overall, I did enjoy the movie a lot. So, കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടവർ പറയുക. ആൻഡ് ആസ് ഐ സെഡ് അഗെയിൻ, ഡിലിലു ആണ് എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ ഈ മൂവിയിലെ. ആസ് എൻ ആക്ടർ, the way she presented the character, right, it's so good. It's so good that you should not miss it. Like you would notice like ആ മൂവിയിൽ ഹൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ പ്രസൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റൈല്, ആ മൂവീനെ ആ മൂവി ആക്കി എടുക്കുന്ന ക്യാരക്ടർ ഡിലുലു ആണ്. നിവിൻ പോളിയുടെ പെർഫോമൻസും ഡിലുലുവിൻ്റെ പെർഫോമൻസും ആണ് ആ മൂവീനെ പൊക്കി നിർത്തുന്നത്. ദാറ്റ്സ് വാട്ട് കീപ്സ് എ മൂവി ഓൺ ദാറ്റ് ലെവൽ. പിന്നെ ഓബ്വിയസ്ലി അജു വർഗീസ് ആൻഡ് നിവിൻ പോളി കോമ്പിനേഷൻ, ഇറ്റ് ഓൾവേസ് വർക്ക്സ് ഔട്ട് റിയലി ഗുഡ്. അത് നമുക്ക് മിസ് ചെയ്തിരുന്ന കുറച്ച് ആളത്തൊരു സംഭവമാണ്. ആൻഡ് വി ഗോട്ട് ദാറ്റ് ബാക്ക്. സോ ഇറ്റ്സ് റിയലി ഗുഡ്. ആൻഡ് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻസിൽ പറയൂ ഹൗ ഇറ്റ് വാസ് ഫോർ യു. ആൻഡ് അത്രയൊക്കെ ഉള്ളൂ. സോ താങ്ക് യു ഫോർ ട്യൂണിങ് ഇൻ ഫോർ മൂവി റിവ്യൂസ് ബൈ മല്ലു പൊട്ടേറ്റോ. സൈനിങ് ഓഫ്.